നമസ്കാരം, ഞാൻ ശശികുമാർ തിരുവല്ലവാരം. ഇതെൻ്റെ 220ാമത്തെ എപ്പിസോഡാണ്. 220ാമത്തെ എപ്പിസോഡ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പുരുഷന്മാരെക്കുറിച്ചുള്ള സ്ത്രീകളുടെ തെറ്റിദ്ധാരണകൾ. അതാണ് ഇതിൻ്റെ ടൈറ്റിൽ. അതായത് ദി മിസ്കൺസെപ്റ്റ്സ് ഓഫ് വിമൻ എബൌട്ട് മെൻ. അതാണ് അത്. മനഃശാസ്ത്രപരമായിട്ടും പിന്നെ ഹിന്ദു പുരാണങ്ങൾ ബേസ് ചെയ്തും പിന്നെ ഈജിപ്ഷ്യൻ സംഖ്യാജ്യോതിഷത്തിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ചേർത്താണ് പറയുന്നത്. ആദ്യം ഈജിപ്ഷ്യൻ സംഖ്യാജ്യോതിഷം തന്നെ പറയാം. ഈ ഈജിപ്ഷ്യൻ സംഖ്യാജ്യോതിഷത്തിൽ സ്ത്രീകളെ 2 എന്ന നമ്പറിലാണ് അവർ, ആ കൺസെപ്റ്റാണ് അവർ കാണിച്ചിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് പുരുഷനും 2 എന്ന് പറയുന്നത് സ്ത്രീയായിട്ടാണ്. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് പിന്നെ ചന്ദ്രൻ ആണ്. ഈ ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ ചന്ദ്രൻ്റെ ഒരു നമ്പറായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നവർ. 1 എന്ന് പറയുന്നത് സൂര്യനും. അപ്പോൾ സൂര്യനും ചന്ദ്രനും തമ്മിൽ അട്രാക്ഷൻ ഉള്ളതാണല്ലോ. മാത്രമല്ല ഈ പ്രകൃതിപരമായിട്ട് പോലും സ്ത്രീകൾക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീകളോടും ആകർഷണമുണ്ട്. അത് പ്രകൃതി നിയമമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് തെറ്റിദ്ധാരണകളുണ്ട് പുരുഷന്മാരെ പറ്റി. അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള പുരുഷന്മാർ എപ്പോഴും നല്ലവരായിരിക്കും എന്നൊരു തെറ്റിദ്ധാരണയാണ്. ധാരണയുണ്ട്, അത് തെറ്റിദ്ധാരണ തന്നെയാണ്. അതായത് അത് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് അത് എന്തെങ്കിലും അമളി പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയതിന് ശേഷം മാത്രമേ അവർ അത് മനസ്സിലാക്കൂ. അത് ശിവപുരാണത്തിലും ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ശിവപുരാണത്തിൽ അത് പറയുന്നുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരുടെ സൗന്ദര്യം കാണുമ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കത്തില്ലെന്നാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായ ധാരണയാണ്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ മനഃശാസ്ത്രപരമായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് സ്ത്രീകൾ നല്ല ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടാമത് ഈ 6 പാക്ക് ശരീരം ഒന്നും വേണമെന്നില്ല, എന്നാലും ആരോഗ്യമുള്ള ശരീരം ഉള്ള പുരുഷന്മാരെയും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് തലമുടിയുള്ളവർക്കുള്ള കാര്യമാണ്. മൂന്നാമതായിട്ട് തലമുടിയുള്ള, അതായത് മുഖത്തിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയർ കട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. പിന്നെ അഞ്ചാമതായിട്ട് നാലാമതായിട്ട് ശരീരഭാഷ, അതായത് നടപ്പും ഇരിപ്പും ഒക്കെ ഭംഗിയുള്ളതായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പുരുഷന്മാർ സ്ത്രീകളെ പറ്റി നല്ല പിന്നെ ഷേപ്പുള്ള ശരീരമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ തിരിച്ചും സ്ത്രീകളും പുരുഷന്മാരെ പറ്റി നല്ല ഭംഗിയുള്ള ശരീരഭാഷ, അതായത് നടപ്പും ഇരിപ്പും ഒക്കെ ഉണ്ടാകണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അഞ്ചാമതായിട്ട് താടിയുള്ള ആളാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടമൊന്നും പറയുന്നില്ല. താടിയുള്ള ആളുകളെ ഇഷ്ടമാണ്, പക്ഷേ ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി ഇരിക്കണം താടി. പിന്നെ മേൽമീശ മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വെട്ടി ഒതുക്കി ഒരു വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെയാണ് അവർക്ക് സ്ത്രീകൾ പൊതുവെ ഇഷ്ടമെന്നാണ് പറയുന്നത്. ഇനി ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങളും നമ്മുടെ ശാരീരികമായ ആകർഷണത്തിനെ ശക്തിപ്പെടുത്തുമെന്നാണ്. പുരുഷന്മാരുടെ ഇങ്ങനെയുള്ള പുരുഷന്മാരെ അവർ സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടും, അതായത് സ്ത്രീകളാൽ കൂടുതൽ ആകർഷിക്കപ്പെടും, സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇനി ഈ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പുരുഷൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് സ്വയം നമ്മുടെ പ്രതീകമായിട്ട് പെരുമാറണം, അതായത് നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരാളെ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് സ്ത്രീകൾ കാണുന്നത്. നല്ല സ്നേഹമായിട്ട് സംസാരിക്കുക, പെരുമാറുക. സൗന്ദര്യം മാത്രം അതിൻ്റെ ഇതല്ല, അടിസ്ഥാനമല്ല. ആ കാര്യത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ക്രൂരമായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഒരിക്കലും സ്ത്രീകൾ അംഗീകരിക്കത്തില്ലെന്നാണ്. ക്രൂരമായിട്ടുള്ള പെരുമാറ്റമോ നോട്ടമോ അതൊന്നും സ്ത്രീകൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവരുടെ ഇഷ്ടം അതോടുകൂടി അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. ഇനി ഏകാന്തതയിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയും സ്വയം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ചെയ്ത പുരുഷന്മാരെയും സ്ത്രീകൾ ഇഷ്ടപ്പെടുക. അതായത് സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് ഓരോ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാനസിക ആരോഗ്യമുള്ള, അതായത് മുഖത്തെ സന്തോഷം കാണുമ്പോൾ അറിയാൻ പറ്റും, അങ്ങനെയുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. ഇനി സ്വന്തമായിട്ട് ഒരു കാഴ്ചപ്പാടും ഒരു വിശ്വാസവും ഒക്കെ ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. മറ്റാരെയും ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. സ്വയം നമുക്ക് സ്ത്രീകൾക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ പെരുമാറ്റം. അവർ മാറിയെന്നും നമ്മളെ ശ്രദ്ധിച്ചാലും നമ്മുടെ പെരുമാറ്റങ്ങൾ വളരെ മാന്യമായിട്ടുള്ളതാണെങ്കിലും അത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി
നല്ലവനും ആകർഷണീയത ഉള്ള പുരുഷൻ ഒരിക്കലും മറ്റൊരാളുടെ വിമർശനങ്ങളെ ഭയക്കുകയോ തൻ്റെ സ്വന്തം നല്ല രീതിയിലുള്ള നിലപാടുകൾ മാറ്റം വരുത്തുകയോ ചെയ്യത്തില്ല. അതായത് ഉറച്ച നിലപാടുള്ള പുരുഷന്മാരായിരിക്കും നല്ല പുരുഷന്മാരെന്നുള്ളത് സ്ത്രീകൾക്ക് അറിയാവുന്നൊരു കാര്യം കൂടെ. അത് നല്ല ഉറച്ച നിലപാടുള്ള പുരുഷന്മാരെ അവർ കൂടുതൽ ഇഷ്ടപ്പെടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അവസാനമായിട്ട് ജീവിതത്തിൽ ഒരു നല്ല ലക്ഷ്യബോധവും ലഹരി ഉപയോഗിക്കാത്ത സ്വഭാവവും എല്ലാ സ്ത്രീകളെയും ആകർഷിക്കുന്നതാണ് മനഃശാസ്ത്രം പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലഹരി ഉപയോഗിക്കാത്തൊരു പുരുഷൻ. അത് എനിക്ക് വളരെ ഒരു എന്താ പറയുന്നത്, വളരെ വിശ്വാസമുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീയും ശരിക്കും ലഹരി ഉപയോഗിക്കുന്ന ഒരു പുരുഷനെ ഇഷ്ടപ്പെടത്തില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പിന്നെ ഈ പറഞ്ഞ സൗന്ദര്യമുള്ള പുരുഷന്മാരെ അവരങ്ങ് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ കെണി പെട്ടുപോയാൽ പിന്നെ വലിയ ഇച്ചിരി പാടാം, അത്രയേ ഉള്ളൂ. ഇനി ചുരുക്കം എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരുടെ സ്വഭാവവിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്തസ്സുള്ള പെരുമാറ്റം, പിന്നെ ആത്മവിശ്വാസമുള്ള പ്രവൃത്തി. ഇത് രണ്ടും എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമാണ്. ഏത് പുരുഷൻ ഇങ്ങനെ അന്തസ്സുള്ള പെരുമാറ്റവും ആത്മവിശ്വാസമുള്ള പ്രവൃത്തി ചെയ്താൽ എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നു. ഇനി ആരൊക്കെയാണ് പുരുഷന്മാരിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെന്ന് നോക്കണം. അത് നോക്കേണ്ട കാര്യമാണല്ലോ. അത് ഞാൻ പറഞ്ഞു തരാം. കാരണം ഈ പുരുഷന്മാരിൽ ആരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ആരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാത്തതെന്നുള്ള അത് സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ. അത് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് സ്ത്രീകൾക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമതായിട്ട്, എപ്പോഴും അവർ നിരപരാധിയും ദയ അർഹിക്കുന്നവരുമാണെന്ന് പറയുന്ന ഒരാൾ, ഒരു പുരുഷൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ടാണ് എൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞ സ്ത്രീകളുടെ വിശ്വാസവും എന്താ പറയുന്നത് അനുതാപം അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റുന്ന പുരുഷന്മാർ അവർ ഏറ്റവും വലിയ കള്ളന്മാരാണെന്നാണ് പറഞ്ഞത്. അവർ ചതിയന്മാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരിക്കലും സ്ത്രീകൾ വിശ്വസിക്കാൻ പാടില്ല. അവരെപ്പോഴും അവരുടെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്ത്രീകൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട്, എപ്പോഴും അവർ നിരപരാധിയും ദയ അർഹിക്കുന്നതുമാണെന്ന് അവകാശപ്പെടും. അങ്ങനെയുള്ള പുരുഷന്മാരാണ് ഞാൻ പറഞ്ഞ മുമ്പിലത്തെ പോലുള്ള ഒരു പ്രത്യേക സ്വഭാവം. അത് അവരെപ്പോഴും നിരപരാധികളാണെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകളുടെ അതായത് സ്ത്രീ ജനങ്ങളുടെ ഒരു വിശ്വാസം കിട്ടാൻ വേണ്ടി പറയുന്ന കള്ളത്തരമാണത്. അത് ഒരിക്കലും വിശ്വസിക്കരുതാത്ത പുരുഷന്മാരാണ് അങ്ങനെയുള്ളവർ. പിന്നെ മൂന്നാമതായത്, സ്ത്രീകളുടെ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രം അവർ തങ്ങളുടെ കഷ്ടപ്പാടുകൾ വിവരിക്കും. അതായത് ഒരിക്കലും ശരിയായിരിക്കത്തില്ല, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവർ പങ്കുവയ്ക്കും. അതിനൊന്നും ഒരു സത്യവും കാണത്തുമില്ല. സ്ത്രീകൾ അതിനകത്ത് മിക്കവാറും കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അത്ര വിശ്വസനീയമായിട്ടായിരിക്കും അവർ പറയുന്നത്. പിന്നെ അഞ്ചാമതായിട്ട്, ഏത് സാഹചര്യത്തിലും അയാൾ തൻ്റെ ഭാഗം ന്യായീകരിക്കും. എന്ത് തെറ്റിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ അയാളെ, അതായത് ഇപ്പം ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളിനെ ഒരു സ്ത്രീ കണ്ടുപിടിച്ച് അയാളെ ഇതെന്താ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അയാളുടെ ഭാഗം ന്യായീകരിച്ചേ പറയും. ഒരിക്കലും അയാൾ ഏക്കത്തില്ല. അതും ഈ അവിശ്വസിക്കേണ്ട ഒരു പുരുഷന്മാരാണ്. അങ്ങനെയുള്ള പുരുഷന്മാരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല. അതായത് ഒരിക്കലും തെറ്റുകൾ ഏക്കാത്ത ഒരു പുരുഷനെ വിശ്വസിക്കാനേ പാടില്ലെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. ഇനി ചില പുരുഷന്മാരുണ്ട്, സ്ത്രീകൾക്ക് കഷ്ടപ്പാടൊക്കെ ഒന്നും പറയൂ, ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതായതെന്നൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരൊന്നും ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അവർക്ക് സൗന്ദര്യം കാര്യങ്ങളൊക്കെ കാണും, പണവും കാണും, പക്ഷേ അവർ ഒരു പൈസ പോലും ഒന്ന് സഹായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഈ വാചക കസരത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെയും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും, ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും യാതൊരു കാരണവശാലും വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ ആറാമതായിട്ട്, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ പറയും. എപ്പോഴും ഒരു തെറ്റും അയാൾ അംഗീകരിക്കത്തുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എപ്പോഴും പറയത്തുള്ളൂ. അയാൾ മാതൃകാ പുരുഷനെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അവരൊക്കെ ചതിയന്മാരാണെന്നാണ് പറയുന്നത്. ലക്ഷണശാസ്ത്രവും പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ അവർ അപ്രത്യക്ഷരാകും. നിങ്ങൾക്ക് ആ പുരുഷനെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾ അപ്രത്യക്ഷനാകും. പിന്നെ അയാളെ കാണത്തേയില്ല. അയാളെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കത്തേയില്ല, അവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞത്. അതായത് ചതിയന്മാരുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. പുരുഷന്മാരുടെ കാര്യമായി പറയുന്നത്.
അപ്പോൾ അതായത് മനഃശാസ്ത്രം പറയുന്നത് ഇങ്ങനെ ഒരാളെ വിശ്വസിക്കരുത്, അവരുടെ വാക്കുകൾ കൂടിയല്ല അവരുടെ പ്രവൃത്തികൾ കൂടി മാത്രമേ വിശ്വസിക്കാവൂന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. നിങ്ങളൊരു പുരുഷനെ വിശ്വസിക്കുന്നെങ്കിൽ അയാളുടെ സൗന്ദര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മേൽപ്പറഞ്ഞ ഒരു കാര്യത്തിലും അല്ല, അയാളുടെ പ്രവൃത്തി നോക്കണം. പ്രവൃത്തി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാമെന്ന് പറയും. ഇത്തരം കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നന്ദി, നമസ്കാരം.